faithfully. സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തതോടുകൂടി ആഹ്ലാദത്തിലായിരിക്കുന്ന പ്രവർത്തകരെയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിലും പാലക്കാട്ടും സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള ആഹ്ലാദം അണപൊട്ടിയൊഴുകുന്ന നിമിഷങ്ങളാണ്. നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ആക്ഷൻ ഹീറോ മിനിസ്റ്ററായി ഇനി സുരേഷ് ഗോപി ഉണ്ടാവും. ഇനി സുരേഷ് ഗോപിയുടെ വരവാണ്, ജോർജ് കുര്യന്റെ വരവാണ്. 75,079 വോട്ടുകൾക്ക് തൃശൂർ മണ്ഡലം ഇങ്ങെടുത്ത സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞയാണ് ഈ മണിക്കൂറിലെ ഹൈലൈറ്റ്. 53 പേർ വരെ നമ്മൾ കാത്തിരുന്നു സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ ഒന്ന് കേൾക്കാൻ. സുരേഷ് ഗോപി അതേ ആക്ഷൻ ഹീറോയായി, അതേ റെൻഡറിംഗ്. ഇനി വെറും സുരേഷ് ഗോപി അല്ല, മിനിസ്റ്റർ സുരേഷ് ഗോപി, കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി. ഇനി വകുപ്പ് ഏതെന്നറിയണം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ ഒരിക്കൽ കൂടി. Discharge my duties as a Minister of State for the Union, and that I will do right to all manner of people in accordance with the Constitution and the law, without fear or favor, affection or ill will. I, Suresh Gopi, do swear in the name of God that I will not directly or indirectly communicate or reveal to any person or persons any matter which shall be brought under my consideration or shall become known to me as a Minister of State for the Union, except as may be required for the due discharge of my duties as such Minister of State. കേരളത്തിൽ താമര വിരിയില്ലെന്ന് പറഞ്ഞ സുരേഷ് ഗോപി മൂന്നാമതാകുമെന്ന് പ്രവചിച്ചവർ കാണുക. ഇത് കേരളത്തിൽ തൃശ്ശൂരിൽ താമര വിരിയിച്ച് സുരേഷ് ഗോപി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഡോക്ടർ അരുൺ കാണൂ. 54ാമത് മന്ത്രിയായിട്ടാണ് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തത്. ക്യാബിനറ്റ് മന്ത്രികളും സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം സഹമന്ത്രിയായി സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. സുജയ, ഇത് കേരളത്തിന് അഭിമാന നിമിഷമാണ്. ഇത് BJPക്ക് അഭിമാന നിമിഷമാണ്. കേരളത്തിൽ താമര വിരിഞ്ഞിരിക്കുന്നു. സുരേഷ് ഗോപി സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ക്യാബിനറ്റ് പദവികൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ആദ്യഘട്ടത്തിൽ ക്യാബിനറ്റ് പദവി സുരേഷ് ഗോപിയെ തേടിയെത്തിയിട്ടില്ല. സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും രണ്ടാം ഘട്ടത്തിലും അത് തേടിയെത്തിയിട്ടില്ല. സഹമന്ത്രി സ്ഥാനമാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്ക് ലഭിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് 20 പേർ ജയിച്ചു. പക്ഷേ അതിൽ ഒരേ ഒരാൾ മന്ത്രി, ഒരേ ഒരു സുരേഷ് ഗോപി, BJPയുടെ സുരേഷ് ഗോപി, തൃശ്ശൂരിൽ താമര വിരിയിച്ച സുരേഷ് ഗോപി. ഡോക്ടർ അരുൺ, സുരേഷ് ഗോപിക്കൊപ്പം ജോർജ് കുര്യനും കേരളത്തിന്റെ മന്ത്രിയാകുന്നുണ്ട്. ജോർജ് കുര്യനും സുരേഷ് ഗോപിയുമാണ് കേരളത്തെ പ്രതിനിധീകരിച്ച് BJP മന്ത്രിമാരാകുന്നത്. നോക്കൂ, ജോർജ് കുര്യനും സഹമന്ത്രി, സുരേഷ് ഗോപിയും സഹമന്ത്രി. കേരളത്തിൽ താമര വിരിയില്ല എന്ന് പറഞ്ഞവർക്ക് മുന്നിൽ താമര വിരിയും കേരളത്തിന്റെ മണ്ണിൽ എന്ന് തെളിയിച്ചാണ് സുരേഷ് ഗോപി മന്ത്രി പദവിയിലേക്ക് എത്തിയിരിക്കുന്നത്. 75,000 ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ സ്വന്തമാക്കുകയായിരുന്നു. ഒരിക്കൽ കൂടി സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ. That I will bear true faith and allegiance to the Constitution of India as by law established. That I will uphold the sovereignty and integrity of India. That I will faithfully and conscientiously discharge my duties as a Minister of State for the Union, and that I will do right to all manner of people in accordance with the Constitution and the law, without fear or favor, affection or ill will. I, Suresh Gopi, do swear in the name of God that I will not directly or indirectly communicate or reveal to any person or persons any matter which shall be brought under my consideration or shall become known to me as a Minister of State for the Union, except as may be required for the due discharge of my duties as such Minister of State. സുരേഷ് ഗോപിയുടെ മന്ത്രിസഭാ പ്രവേശനത്തിൽ ആഹ്ലാദം കൊള്ളുന്ന പ്രവർത്തകരെ പ്രേക്ഷകർക്ക് കാണാം. സുരേഷ് ഗോപിയുടെ ജന്മനാട്ടിൽ, സുരേഷ് ഗോപിയുടെ കർമ്മനാട്ടിൽ, സുരേഷ് ഗോപിയുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ആരാധകർ, BJP പ്രവർത്തകർ എല്ലാവരും വളരെ ആഹ്ലാദത്തോടു കൂടി ഈ നിമിഷത്തെ വരവേൽക്കുന്ന ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. സുരേഷ് ഗോപി കയ്യൊപ്പിട്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ 3ാം ഊഴത്തിൽ സഹമന്ത്രിയായി ചുമതലയേറ്റിരിക്കുന്നു. ഇത് ധന്യ നിമിഷം സുരേഷ് ഗോപിക്ക്. BJP പ്രവർത്തകർക്ക് കേരളത്തിൽ BJP വിരിയില്ല എന്ന് കരുതിയവർക്കുള്ള തിരിച്ചടിയായി സുരേഷ് ഗോപി തൃശ്ശൂർ വിജയിച്ച്
നരേന്ദ്രമോദി സർക്കാരിന്റെ മന്ത്രിസഭയിൽ. നോക്കൂ ഡോക്ടർ അരുൺ, പടക്കം പൊട്ടിക്കുന്നു, വിളക്ക് കൊളുത്തുന്നു, പൂജകൾ, പായസം. കേരളം ഈ നിമിഷം ആഘോഷിക്കുകയാണ്. കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു സുരേഷ് ഗോപി. സഹമന്ത്രിയോ ക്യാബിനറ്റ് മന്ത്രിയോ എന്നുള്ളതല്ല, കേരളത്തിൽ താമര വിരിയിച്ച് 75,000-ന് മേൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ വലിയ കൊമ്പുകെട്ടിയ വീരന്മാരെ താഴെയിട്ടുകൊണ്ടാണ് സുരേഷ് ഗോപി വിജയിച്ചു കയറിയത്.